ഹലോ മച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഡാനിയൽ കെൽനർ. ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ നിൽക്കുന്നത് വലിയൊരു പുൽമൈതാനത്തിലാണ്. അവനോട് ആരോ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല വലിയൊരു വാണിംഗും അവന് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ ഡാനിയൽ പറയുന്നുണ്ട്, ഈ വലിയ പ്രശ്നത്തിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത്. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. ആ വലിയ പുൽമൈതാനം ഉണ്ടല്ലോ, അവിടുത്തെ പുല്ലുകൾ പതിയെ പതിയെ വകഞ്ഞു മാറാൻ തുടങ്ങുകയാണ്. പ്രത്യേകമായ ഷേപ്പുള്ള വൃത്തരൂപങ്ങൾ ആ മൈതാനത്തിൽ രൂപപ്പെടാൻ തുടങ്ങി. ഇതിന് പറയുന്ന പേരാണ് ക്രോപ്പ് സർക്കിൾസ്. ഇതൊരിക്കലും ഉണ്ടാക്കുന്നത് മനുഷ്യരല്ല. അതുപോലെ കുറച്ചു നേരം മുന്നേ ഡാനിയൽ അതുപോലെ തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ജെയിൻ, ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ഒരു വുഡ് ഹൗസിലേക്ക് വന്ന സമയത്ത് കാട്ടിലെ ചില മൃഗങ്ങൾ, പ്രധാനമായിട്ടും കുറച്ച് മാനുകൾ ആ വീടിന് ചുറ്റും വന്നു നിൽക്കുകയാണ്. എന്നിട്ട് ഇവരെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചുപോയ ജെയിൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നെല്ലാം ചോദിച്ചപ്പോൾ ഡാനിയൽ അത് പറയാൻ മടിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ജനലുകൾ ക്ലോസ് ചെയ്ത ജെയിൻ ചോദിക്കുകയാണ്, ഡാനിയൽ സത്യം പറ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അതറിയാൻ വേണ്ടി കുറച്ച് സമയം പിന്നിലേക്ക് നമ്മൾ പോകണം. ഒരു റെസ്ലിംഗ് മാച്ച് നടക്കുന്ന ഒരു സ്ഥലം കാണിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മാർത്തുല്ലസിച്ച് ആ മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ മാത്രം അത്ര ഹാപ്പി ആയിട്ടല്ല ആ കൂട്ടത്തിൽ ഇരിക്കുന്നത്. അവന്റെ മുഖത്ത് നല്ല ഭയമുണ്ട്. അവൻ ചുറ്റും നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവന്റെ ദേഹത്ത് ആരൊരാൾ ഗണ്ണ് കൊണ്ടുവന്ന് വെക്കുന്നത്. അനങ്ങി പോകരുത്, മര്യാദക്ക് പുറത്തേക്ക് വരണം. ഇവിടെ വെച്ച് നീ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ ഗേൾഫ്രണ്ട് ജെയിനെ നീ മറന്നേക്കെന്ന് പറയാണ്. അങ്ങനെ അവർ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവരുടെ കൂടെ ഡാനിയൽ ഇപ്പൊ പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് അവന്റെ ബാഗിൽ നിന്നും ഒരുപാട് സാധനങ്ങൾ ഇവരെടുക്കുകയാണ്. മാത്രമല്ല ഈ വന്നവരുടെ ലീഡർ, ഇയാളുടെ പേര് നോഹ എന്നാണ്. വാർഡറ്റ്സ് കോർപ്പറേഷൻ, ആ കോർപ്പറേഷന്റെ തലവനാണ് നോഹ. നോഹ വന്ന പാട് തന്നെ അവന്റെ ബാഗിലെ ചില സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ഗ്ലൗസ് എടുത്ത് കയ്യിലിടുകയാണ്. എന്നിട്ടാണ് അവന്റെ ബാഗ് പരിശോധിക്കുന്നത്. ഇതേ നേരം തന്നെ ഡാനിയൽ അവന്റെ കീശയിൽ നിന്നും ചെറിയൊരു ഗ്ലൗസ് എടുത്ത് അവന്റെ കയ്യിൽ ഇട്ടതിന് ശേഷം അവന്റെ കീശയിലെ ഒരു സാധനം പെട്ടെന്ന് എടുക്കുകയാണ്. ഇതേ നേരം തന്നെ ഡാനിയലുടെ ബാഗിൽ തപ്പിയ ഈ നോഹയ്ക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. എന്നാൽ അയാൾ തേടിയ ആ ഒരു സാധനം ഇപ്പോഴുള്ളത് ഡാനിയലുടെ കയ്യിൽ തന്നെയാണ്. അത് കണ്ടപാടി എല്ലാവരും അവനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നോഹ പറയാണ്, ഒന്നും ചെയ്യാൻ പാടില്ല, അവൻ എങ്ങാനും ആ ഒരു ഡിവൈസിൽ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ല, അതുകൊണ്ട് ഒന്നും ചെയ്യല്ലേ, ഗണ്ണ് താഴെ ഇടുന്ന് പറയാണ്. എന്തായാലും ഡാനിയൽ ആ ഡിവൈസ് കയ്യിൽ പിടിച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. ഡാനിയലുടെ ബാഗ്, അതിലുണ്ടായിരുന്ന ഡാറ്റകൾ, അതുപോലെ തന്നെ അവന്റെ ഗേൾഫ്രണ്ട് ജെയിന്, ഇതെല്ലാം സേഫ് ആക്കി അവരുടെ വാഹനം തന്നെ ഉപയോഗിച്ച് വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. അത് നോക്കി നിൽക്കാൻ മാത്രമേ നോഹയ്ക്കും നോഹയുടെ ആൾക്കാർക്കും കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇതേ നേരം തന്നെ ഡാനിയലുടെ ഗേൾഫ്രണ്ട് ജെയിൻ ചോദിക്കുന്നുണ്ട്, ഡാനിയലെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഡാനിയൽ പറയാണ്, ദാ എന്റെ കയ്യിലുള്ള ഈ ഡാറ്റാസ് മുഴുവനും സേഫ് ആയിട്ട് നീ ആ ഒരു ബാഗിൽ വെക്ക്, സമാധാനമായിട്ട് ഞാൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതേ നേരം തന്നെ ഡാനിയലിനെ മറ്റൊരാൾ വിളിക്കുന്നുണ്ട്. അയാളുടെ പേര് ഹ്യൂഗോ എന്നാണ്. ഈ ഹ്യൂഗോയോട് ഡാനിയൽ പേടിച്ചുകൊണ്ട് തന്നെ പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഞാൻ മോഷ്ടിച്ചു, ഇനി ഇതെങ്ങനെങ്കിലും എന്റെ കയ്യിൽ നിന്ന് നിങ്ങളൊന്ന് മേടിക്കുക, എനിക്കിത് കൊണ്ടു നടക്കാൻ വയ്യ. ഇപ്പൊ തന്നെ അയാൾ എന്നെയും എന്റെ ഗേൾഫ്രണ്ടിനെയും കൊല്ലുമായിരുന്നു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നു പറയാണ്. ഇതേ സമയത്തിന് ഹ്യൂഗോ പറയുന്നുണ്ട്, ഡാനിയൽ ഒരു കാര്യം ചെയ്യേ, കുറച്ചു നേരത്തേക്ക് ആ ഡാറ്റ നീ നിന്റെ കയ്യിൽ തന്നെ വെക്ക്, അതിന് ഏറ്റവും അർഹൻ നീ തന്നെയാണ്. ഇപ്പൊ ദേഷ്യം വന്ന ഡാനിയൽ പറയണു, എന്താണ് നീ പറയുന്നത്? നീ പറഞ്ഞതുപോലെ അവിടെ കയറി എല്ലാ ഡാറ്റാസും ഞാൻ മോഷ്ടിച്ചു, ഇനി ഇത് കയ്യിലോണ്ടും വെച്ച് നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ആരാന്ന് വെച്ചാ വിട്ടോ, ഞാൻ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തരാന്ന് പറയണം. ഇപ്പോ ഈ ഹ്യൂഗോ പറയാണ്, ഓക്കെ കുറച്ചു നേരം കൂടെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് നീ അങ്ങോട്ടേക്ക് പോവാ, അതിനുശേഷം മാത്രം ആ ലൊക്കേഷൻ നീ എനിക്ക് പറഞ്ഞു തരിക. ഓക്കെ, ഞാൻ അങ്ങനെ ചെയ്തോളാന്നും ഇപ്പൊ ഡാനിയൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡാനിയൽ മറ്റൊരു കാര്യം ഹ്യൂഗോയോട് ചോദിക്കുന്നുണ്ട്, അല്ല നമ്മൾ എന്തിനാണ് ഇതിനു വേണ്ടി ഇത്ര കാത്തിരിക്കുന്നത്? ഇതിലെ ഡാറ്റാസ് എല്ലാം നമുക്ക് പബ്ലിഷ് ചെയ്തൂടെ, ജനങ്ങൾ എല്ലാവരും ഇത് അറിയട്ടെ എന്ന് പറയാണ്. എന്ന് ഹ്യൂഗോ പറയുന്നത്, ഡാനിയൽ അതിനുള്ള സമയമായിട്ടില്ല, സമയമാകട്ടെ, അപ്പൊ നമുക്കത് ചെയ്യാം. അതായത് വളരെ രഹസ്യ സ്വഭാവമുള്ള എന്തോ ഒരു വലിയ ഡാറ്റ ഇവരുടെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. ലോകം അറിയേണ്ട വലിയൊരു ഡാറ്റയാണത്, പക്ഷെ അത് ലോകം അറിയാൻ സമയമായിട്ടില്ല എന്നാണ് ഹ്യൂഗോ പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂഗോ ഡാനിയലിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ ഫോൺ എത്രയും പെട്ടെന്ന് തന്നെ വലിച്ചെറിയുക, എന്നിട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവാ. ഹ്യൂഗോ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ഫോൺ ഇപ്പൊ ഡാനിയൽ വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂഗോ നിൽക്കുന്ന ആ ഒരു സ്ഥലം കണ്ടോ, അതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ എന്തോ കാര്യമായിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് സിനിമയുടെ അവസാനം മനസ്സിലാവും. ഇതിനുശേഷം ഡാനിയലിനെയും ജെയിനെയും കാണിക്കുകയാണ്. ഇപ്പൊ ജെയിൻ ചോദിക്കുകയാണ്, ഡാനിയൽ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? ഡാനിയൽ പറയാണ്, ഒരു ഹോട്ടലിലേക്കോ അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റിലേക്കോ നമുക്ക് പോകാൻ കഴിയില്ല, അവരെന്തായാലും നമ്മളെ ട്രേസ് ചെയ്യും, എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങോട്ടേക്ക് പോകണമെന്ന്. ഈ സമയത്ത് ജെയിൻ പറയാണ്, എന്നാൽ പിന്നെ ഞാനൊരു സ്ഥലം പറയാം, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറയണം. ശരി എന്ന് പറഞ്ഞിട്ട് ജെയിൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇപ്പൊ ഡാനിയൽ പോകുന്നുണ്ട്. ഇതിനുശേഷം കാണിക്കുന്നത് വാർഡറ്റ്സ് കോർപ്പറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലാണ്. ഗവൺമെന്റിന്റെ അറിവോട് നടക്കുന്ന, ഗവൺമെന്റിന് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു വലിയ പവർഫുൾ ആയിട്ടുള്ള കോർപ്പറേഷനാണിത്. മാത്രമല്ല അവർക്ക് വേണ്ടി വലിയൊരു ടെക്നോളജി
ടെക്നിക്കൽ ടീം തന്നെ അവിടെയുണ്ട്. ലോകത്ത് എന്ത് നടന്നാലും അത് സെക്കൻഡുകൾ കൊണ്ട് അറിയാനും ലോകത്തിൽ എന്ത് കണ്ടുപിടിക്കണമെങ്കിലും അത് സെക്കൻഡുകൾ കൊണ്ട് കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയ ഡാനിയൽ ജെയിൻ രണ്ടുപേരെയും കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ടീം ലീഡർ ആയിട്ടുള്ള നോഹയും അവിടെയുണ്ട്. ഈ സമയത്ത് നോഹയോട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് വന്നിട്ട് പറയണത്, സാറേ ഹ്യൂഗിനെ കാണാനില്ല. അതായത് നമ്മുടെ ഡാനിയലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണാടി വെച്ച ആളുണ്ടല്ലോ, അയാള് തന്നെ. അയാളും ജോലി ചെയ്തിരുന്നത് ഈ വാർഡെക്സ് കോർപ്പറേഷനിലായിരുന്നു. മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ ഈ ഹ്യൂഗിനെ കാണാനില്ല. അവന്റെ ഡെസ്കിൽ ഉണ്ടായിരുന്ന എല്ലാ ഡാറ്റയും അവൻ കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയിൽ വളരെ സുരക്ഷിതമായിട്ട് ഒരേപോലെയുള്ള ഒരു 3 ഡിവൈസുകളുണ്ട്. അത് ഇവര് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണ് ഡാനിയൽ കൊണ്ടുപോയിട്ടുള്ളത്. അതിൽ രണ്ടാമത്തേത് ഈ ഹ്യൂഗോ കൊണ്ടുപോയിട്ടുണ്ട്. മൂന്നാമത്തേത് ഒരെണ്ണം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് ആദ്യം നോഹ ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും ആ ഒരെണ്ണം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് അത് മതി എന്ന് പറയണം. ഇതിനുശേഷം കാണിക്കുന്നത് ഡാനിയലിനെയും ജെയിനെയാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു കന്യാസ്ത്രീ മഠത്തിലേക്കാണ്. ഇവർ രണ്ടുപേരെയും അവിടെയുള്ള കന്യാസ്ത്രീകൾ നന്നായിട്ട് തന്നെ സ്വീകരിക്കുകയാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നീട് നിൽക്കാനായിട്ട് ഒരു റൂമും കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡാനിയൽ ജെയിനോട് ചോദിക്കുന്നുണ്ട്, അല്ല നീ ഒരു കന്യാസ്ത്രീ ആയിരുന്നു? ഇപ്പൊ ജെയിന് പറയാണ്, ആ അതെ. എന്തുകൊണ്ട് നീ ഈ കാര്യം എന്നോട് പറഞ്ഞില്ല? അത് പിന്നെ അത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് തോന്നി. അല്ല നീ എന്തിനാണ് പിന്നീട് ഇത് വിട്ടു പോകുന്നത്? ആ സമയത്ത് ജെയിന് പറയണത്, അതിന് അതിൻ്റെതായ ഒരു മനസ്സാന്നിധ്യം കാര്യങ്ങളൊക്കെ വേണം. അത് എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. ഓക്കെ, എന്തായാലും ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഡാനിയലെ എന്താണ് നിന്റെ പിന്നാലെയുള്ള പ്രശ്നങ്ങൾ അതെന്നോട് പറയുന്നു പറയണം. ഇപ്പൊ ഡാനിയൽ പറയാണ്, ഞാൻ ജോലി ചെയ്തിരുന്നത് ആ വാർഡെക്സ് കോർപ്പറേഷനിലാണ്. അതായത് എന്റെ മുതലാളി ആ ഒരു നോഹ തന്നെയാണ്. അല്ല നീ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടെന്ന് ജെയിൻ ചോദിച്ചപ്പോൾ, അത് പിന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സൈബർ ക്രൈം ചെയ്തു. അതായത് ഹാക്കിംഗ് പോലെയുള്ള എന്തോ ഒരു പരിപാടി ചെയ്തു. പോലീസ് പിടിച്ച് അവനെ ജയിലിലിട്ടു. ഏകദേശം 1.5 വർഷത്തോളം ജയിലിൽ കിടന്നു. പിന്നീട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ വാർഡെക്സ് കോർപ്പറേഷൻ അവനെ ആ കമ്പനിയിലേക്ക് വിളിച്ചത്. കാരണം ടെക്നോളജി പരമായിട്ട് അവന് നല്ല നോളജ് ആണ്. പിന്നീട് കമ്പനിയിൽ ജോയിൻ ചെയ്ത് അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ആ കമ്പനിയുടെ മറവിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ആ രഹസ്യം മുഴുവനായിട്ടും അവൻ മോഷ്ടിച്ചു. ഈ ലോകം മുഴുവനും അത് അറിയണം. ആ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഡാനിയൽ അത് മോഷ്ടിച്ചത്. എന്നാലും അതെന്താണെന്ന് ഇപ്പൊ ഡാനിയൽ ജെയിനോട് പറയുന്നില്ല. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ കഥയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെയാണ്. അവളുടെ പേര് മാർഗരറ്റ് എന്നാണ്. ടിവിയിലെല്ലാം വന്ന് കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ജോലിയാണ് അവൾക്ക്. എന്നാൽ ഇതെല്ലാം വിട്ട് മെയിൻ സ്ട്രീമിലേക്ക് വന്ന് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ വായിക്കുന്ന ഒരു അവതാരകയാകണം എന്നാണ് അവളുടെ അംബീഷൻ. എന്തായാലും ഇപ്പൊ മാർഗരറ്റ് അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജാക്കിന്റെ കൂടെയാണ്. ഫ്യൂച്ചറിൽ അവൾ ഒരു ന്യൂസ് റീഡർ ആയി കഴിഞ്ഞാൽ എങ്ങനെ വായിക്കണം എന്നൊക്കെ അവന്റെ മുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ അതത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജാക്ക് പറയുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ മാർഗരറ്റ് പറയുന്നത്, കുഴപ്പമില്ലാന്നേ ഉള്ളൂല്ലേ, നന്നായിട്ടില്ല അല്ലേ, എന്തായാലും ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു ടേബിൾ ഇരിക്കുകയാണ്. ഈ സമയത്താണ് ചുവന്ന നിറത്തിലുള്ള ഒരു പക്ഷി വന്നിട്ട് ആ ടേബിൾ ഇരിക്കുന്നത്. ആ പക്ഷി ഇപ്പോൾ നമ്മുടെ മാർഗരറ്റിനെ നോക്കുകയാണ്. അവളും ആ ഒരു പക്ഷിയെ തന്നെ സൂക്ഷ്മമായിട്ട് അങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ചില മാറ്റങ്ങൾ വന്നതുപോലെ ചെറുതായിട്ട് അവളൊന്ന് ടയേർഡ് ആവുകയാണ്. ഇപ്പൊ ജാക്ക് ചോദിക്കുകയാണ്, അല്ല എന്താ മാർഗരറ്റ്, എന്താ പറ്റിയത്? അവളിങ്ങനെ ചെറുതായിട്ട് തല തടവിയിട്ട്, ദാ എസ്പ്രാത്തിയോ പ്രൂസ്റ്റലോസ് ബർബലീസ് യാനി ബൂയിസ് ബലൂസ് ന്യൂയോർക്ക് ന്യൂസ് ബലീസ്റ്റൂസ്. ഇത് കേട്ടോണ്ടിരുന്ന നമ്മുടെ ജാക്ക് കുറച്ചേരം അവളെ നോക്കി, നീ എന്ത് തേങ്ങയാടി പറയുന്നതെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ സ്വബോധത്തിലേക്ക് വന്ന നമ്മുടെ മാർഗരറ്റ് ചോദിക്കുകയാണ്, എന്താ 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 പ്രശ്നം? അപ്പൊ ജാക്ക് ചോദിച്ചു, അല്ല നീ റഷ്യൻ ഭാഷ പഠിച്ചിട്ടുണ്ടോ? റഷ്യൻ ഭാഷ? ആര്? ഞാനോ? ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് അവള് വേഗം തന്നെ റെഡി ആയിട്ട് നേരെ ജോലിക്ക് പോവാണ്. കാറിൽ ഒരു പാട്ടെല്ലാം വെച്ച് അങ്ങനെ ജോലിയായിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് ഒരു പോലീസുകാരൻ വന്ന് കാർ നിർത്തിക്കുന്നുണ്ട്. മാഡം നിങ്ങളുടെ ലൈസൻസ്, RC ബുക്ക് ഇതൊക്കെ ഒന്ന് കാണണമെന്ന് പറയാണ്. വേഗം തന്നെ മാർഗരറ്റ് അത് എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി എനിക്കൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ മാർഗരറ്റ് പറയുന്നുണ്ട്, സാറേ എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായിട്ടുണ്ട്, കുറച്ച് വൈകിട്ടുണ്ട്, പ്ലീസ് എന്നെ ഒന്ന് വിടണം എന്ന് പറയണം. എന്നാൽ പോലീസുകാരൻ അതിന് സമ്മതിക്കുന്നില്ല. അയാൾ പറയണം, നിങ്ങൾ എന്തായാലും പുറത്തേക്ക് ഇറങ്ങണമെന്ന്. ഈ സമയത്ത് മാർഗരറ്റ് അയാളുടെ കണ്ണിലേക്ക് നോക്കുകയാണ്. ആ സ്പോട്ടിൽ തന്നെ അയാൾക്ക് എന്താ, അയാളുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന് സ്പോട്ടിൽ അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. എന്നിട്ട് മാർഗരറ്റ് ഇപ്പൊ പോലീസുകാരനോട് സംസാരിക്കുകയാണ്. രാവിലെ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ചൂടായില്ലേ, അത് മനസ്സിൽ വെക്കണ്ട കേട്ടോ. നിങ്ങൾക്കിപ്പോ ഒരു കുഞ്ഞുണ്ടായില്ലേ, ആ കുഞ്ഞ് രാത്രിയൊക്കെ കരയുന്നതുകൊണ്ട് അവൾക്ക് മര്യാദ ഉറങ്ങാൻ കഴിയുന്നില്ല. അതിന്റെ ഒരു ഫ്രസ്ട്രേഷനിൽ അറിയാതെ ചൂടായി പോകുന്നതാണ്. അല്ലാതെ അവളുടെ മനസ്സിൽ ഒന്നുമില്ല കേട്ടോ. നിന്റെ ഭാര്യക്ക് നിന്നോട് ഭയങ്കര സ്നേഹമാണ്. അവൾ വല്ലപ്പോഴൊക്കെ ഒരു ഔട്ടിങ്ങിന് കൊണ്ടുപോവാ, അവൾക്ക് ഇഷ്ടമുള്ള ആ റെസ്റ്റോറന്റിൽ കൊണ്ടുപോയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കുക, തമാശകൾ പറയാം, അത്രയൊക്കെ മതി. പിന്നെ നിന്റെ ഉള്ളിൽ നിനക്കൊരു വിചാരമുണ്ട്, നീ നിന്റെ അച്ഛനെ പോലെ ഒരു മോശം അച്ഛനാണെന്ന്. അങ്ങനെയൊന്നുമല്ല, നീ നല്ലൊരു മനുഷ്യനാണ്, നീ നല്ലൊരു അച്ഛനുമാണ്, നീ നിന്റെ കുട്ടിയെ നന്നായിട്ട് നോക്കുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിക്കുക കേട്ടോ. ഈ കാര്യം ഡാനിയൽ ആ പോലീസുകാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അയാൾ ആകെ സ്റ്റെക്കായി പോവാണ്. ആ മേഡം നിങ്ങൾ പൊയ്ക്കോ എന്ന് അയാൾ അറിയാതെ പറഞ്ഞുവാണ്. എന്തായാലും മാർഗരറ്റ് നേരെ ഓഫീസിലേക്ക് വന്നു. ന്യൂസ് പറയാൻ സമയമായിട്ടുണ്ട്, സോ വേഗം റെഡി ആവാണ്. എന്നാൽ ആ ഒരു ക്രൂ ആകെ ടെൻഷനിലാണ്. കാരണം എന്താന്ന് വെച്ചാൽ കൊറിയൻ ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. എന്നാൽ കൊറിയൻ ഭാഷ അറിയുന്ന ആരും ഇവിടെ ഇല്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന ആള് വന്നിട്ടുമില്ല. എന്ത് ചെയ്യണം ഒരു പിടുത്തമില്ല. ക്രൂ ആകെ
ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ മാർഗരറ്റ് ചെന്ന് ആ കൊറിയക്കാരനോട് പച്ച മലയാളത്തിൽ കൊറിയ സംസാരിക്കുക. ആ പച്ച മലയാളത്തിൽ തന്നെ. എന്തായാലും ഇത് കണ്ട ബാക്കിയുള്ള എല്ലാവരും വായം പൊളച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ ബോസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല മാർഗരറ്റെ, നീ കൊറിയനൊക്കെ എവിടെ പോയി പഠിച്ചു, എപ്പ പഠിച്ചു? ഇപ്പൊ മാർഗരറ്റിന് ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. കാരണം അവൾ എവിടെയും പോയിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല. എന്തായാലും ന്യൂസ് വായിക്കാൻ സമയമായി വേഗം തന്നെ ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്. പിന്നീട് വായിക്കാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളൊരു ദീർഘശ്വാസം വലിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാഹുബലിയിൽ മറ്റേ കാട്ടാളന്മാര് സംസാരിക്കുന്നില്ലേ, നിംഡ എന്നൊക്കെ, അതുപോലെ എന്തോ അവള് സംസാരിക്കുകയാണ്. ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതല്ലേ, ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും വേഗം തന്നെ ക്യാമറ മാറ്റി അതിന് പകരം ഒരു പരസ്യമെല്ലാം കേട്ടി അവരത് മാനേജ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് തന്നെ മാർഗരറ്റ് അവിടെ ബോധം കെട്ട് വീഴുകയാണ്. എല്ലാവരും ഓടിച്ചെന്ന് അവളെ എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇവിടെ സീൻ കട്ടായി. അടുത്ത സീനിൽ നമ്മുടെ ഡാനിയലിനെയും ജെയിനെയും കാണിക്കുകയാണ്. ഹ്യൂഗോ പറഞ്ഞതുപോലെ തന്നെ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഡാനിയൽ പറയാണ്, നീ എന്റെ കൂടെ വരണ്ട, നീ തൽക്കാലം ഇവിടെ തന്നെ ഒന്നോ, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരുന്നത് നിനക്ക് ആപത്താണെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇപ്പൊ ആ ഒരു കാറിൽ പോയി കയറുന്നുണ്ട്. എന്നാൽ അവന്റെ പിന്നാലെ തന്നെ ജെയിൻ വന്ന് കയറിയിട്ട് പറയാണ്, ചാവാനായാലും ജീവിക്കാനായാലും ശരി ഒരുമിച്ച്, അത് നിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ തന്നെ ജെയിന് പോവാണ്. എന്നാൽ ഇതേ സമയത്താണ് ഈ നോഹയുടെ ആൾക്കാർ നേരെ ആ കന്യാസ്ത്രീ മഠത്തിലേക്ക് പോകുന്നത്. എന്തോ ഭാഗ്യം ജെയിൻ ഇവരുടെ കൂടെ വരാൻ തോന്നിയത്. അതേസമയം തന്നെ ഹ്യൂഗോ ഇപ്പൊ ഡാനിയലിന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്റെ ആള് നിന്നെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കും, സേഫ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുക, വേറെ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അങ്ങനെ ഹ്യൂഗോയുടെ ആള് ഇവരെ രണ്ടുപേരെയും നേരെ ഒരു ആളൊഴിഞ്ഞ വുഡ് ഹൗസിലേക്ക് കൊണ്ടുവന്നാക്കുകയാണ്. എന്നിട്ട് അയാൾ അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ഇവര് രണ്ടുപേരും മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. ഒരു ഒഴിഞ്ഞ പ്രദേശമാണ്, ഒരു വലിയ മൈതാനാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കുറച്ച് മാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവര് വന്ന പാട് തന്നെ ഈ മാനുകൾ വന്നിട്ട് ആ വീടിന് ചുറ്റും നിൽക്കുകയാണ്. എന്നിട്ട് ഇവരെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആ മാനുകളെ ഇപ്പൊ ഡാനിയലും വളരെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന കണ്ടപ്പോ ജെയിൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താ പറ്റിയത്? ഇത് വെറും മാനുകളല്ലേ, അവയെന്തിനാ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? ഇപ്പൊ ഡാനിയൽ പറയാണ്, അത് വെറും മാനുകൾ മാത്രമല്ല, അവയ്ക്ക് എന്തോ നമ്മളോട് പറയാനുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് ജെയിന് വട്ടുപിടിച്ചിട്ട് അവള് വേഗം പോയിട്ട് ആ ഒരു ജനാല ക്ലോസ് ചെയ്തിട്ട് പറയണം, മതി നിർത്ത്, സത്യം പറഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്നോട് ഫുള്ളായിട്ട് തുറന്നു പറയാന്ന് പറയണം. ഇപ്പൊ ഡാനിയൽ അവന്റെ ബാഗ് അവിടെ വെക്കുന്നുണ്ട്. ഞാനെല്ലാം ഇനി നിന്നോട് പറയാമെന്നും പറയുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് മാർഗരറ്റിനെയാണ്. അവൾ തളർന്നു വീണതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയല്ലോ. സ്കാനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. അവളുടെ കൂടെ തന്നെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജാക്കും ഉണ്ട്. ഈ സമയത്താണ് കോട്ടും സ്യൂട്ടും ധരിച്ച രണ്ടാൾക്കാർ പുറത്ത് വന്ന് നിൽക്കുന്നത്. അതാരാണെന്ന് നഴ്സിനോട് ചോദിച്ചപ്പോൾ നഴ്സ് പറയണം, അത് പിന്നെ FBI ഓഫീസേഴ്സ് ആണ്. എന്നാൽ അവരെ നോക്കിയ സമയത്തിന് മാർഗരറ്റിന് ഒരു കാര്യം മനസ്സിലായി, അവർ FBI ഉദ്യോഗസ്ഥരല്ല. അവൾ എഴുന്നേറ്റ് കുറച്ചുകൂടെ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ഒരു പേര് പെട്ടെന്ന് അവളുടെ മൈൻഡിലേക്ക് വരികയാണ്, ഡാനിയൽ കെൽനർ. അപ്പൊ തന്നെ ജാക്ക് ചോദിക്കുന്നുണ്ട്, ഡാനിയൽ കെൽനറോ, അതാരാണ്? മാർഗരറ്റ് പറയാണ്, എനിക്കറിയില്ല ജാക്കെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വന്നിരിക്കുന്ന രണ്ടുപേരും പോലീസുകാരോ അന്വേഷകരോ ഒന്നുമല്ല, നമ്മൾ അപായപ്പെടുത്താൻ വന്നവരാണ്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറയാണ്. അങ്ങനെ മാർഗരറ്റ് ജാക്കിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്നും വേഗം പുറത്തേക്ക് കിടക്കുകയാണ്. ഇതേ സമയം തന്നെ ഡാനിയലിനെയും ജെയിനെയും കാണിക്കുന്നുണ്ട്. കുറെ നേരമായിട്ട് ജെയിൻ ചോദിക്കുന്നുണ്ടല്ലോ ശരിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന്. ഡാനിയൽ അവന്റെ ലാപ്ടോപ്പ് തുറന്നു. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ ഒരു ഡാറ്റാ ബാഗ് ഉണ്ടായിരുന്നു. ഒരുപാട് പെൻഡ്രൈവുകൾ അതിലുണ്ട്. അതിലൊരെണ്ണം എടുത്ത് ലാപ്ടോപ്പിൽ കുത്തി അതിൽ വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ആ വിഷ്വൽ കണ്ട് ജെയിൻ ഞെട്ടിപ്പോവാണ്. അതായത് ഇന്നത്തെ കാലത്ത് മനുഷ്യർ ഏലിയൻസ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 1973 ആ സമയത്ത് തന്നെ ഏലിയൻസിനെ ഭൂമിയിൽ മനുഷ്യർ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1973 ഫെബ്രുവരി 19. എന്നാൽ പുറത്തുനിന്ന് വന്ന ആ ഒരു ഏലിയൻസിനെ നല്ല രീതിയിലായിരുന്നില്ല മനുഷ്യർ ട്രീറ്റ് ചെയ്തിരുന്നത്. അതിന്റെ ആ ഒരു വിഷ്വൽ എല്ലാം അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അതായത് മരിച്ചതും മരിക്കാത്തതുമായിട്ടുള്ള ഈ ഏലിയൻസിനെ മനുഷ്യർ പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് നോക്കുന്നത് നോഹയുടെ കീഴിലുള്ള ആ വാർഡെക്സ് കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനിയാണ്. മാത്രമല്ല അവരുടെ ആ ഒരു ടെക്നോളജിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടി ഈ ഏലിയൻസിനെ വളരെ മൃഗീയമായിട്ട് തന്നെ പലതരം പരീക്ഷണങ്ങൾക്ക് മനുഷ്യർ വിധേയമാക്കുന്നുണ്ട്. അതിന്റെ CCTV ഫൂട്ടേജ് ആണ് ഇപ്പൊ ശരിക്കും ജെയിൻ കാണുന്നത്. ആ പരീക്ഷണങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഏലിയൻസ് ഉണ്ടല്ലോ, അതും ജീവനുകളല്ലേ, വേദന കൊണ്ട് പെടഞ്ഞ് അവറ്റകളുടെ ആ ഒരു കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കണ്ട് ജെയിനിന്റെ കണ്ണ് വരെ നിറഞ്ഞു പോവാണ്. അത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജെയിന്റെ അടുത്തേക്ക് വന്ന ഡാനിയൽ പെട്ടെന്ന് തന്നെ ആ ഒരു ലാപ്ടോപ്പ് പോവുകയാണ്. ഇതിൽ കൂടുതൽ നീ കാണണ്ട, നിനക്കത് താങ്ങാൻ കഴിയില്ല എന്ന് പറയാം. അപ്പൊ ഈ ഒരു ഡാറ്റ ഇത് ലോകത്തെ എല്ലാ മനുഷ്യരെയും ഞാൻ കാണിക്കാൻ പോവാണെന്ന് ഡാനിയൽ ജെയിനോട് പറഞ്ഞപ്പോൾ, ഡാനിയലെ നീ എന്തേ പറയുന്നത്, അത് ചെയ്തു കഴിഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഒറ്റയടിക്ക് അങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ ജെയിൻ ഇപ്പൊ പറയാണ്. അപ്പൊ ജെയിനെ നീ എന്താ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ആ കമ്പനിക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്നാണോ? എന്ന് ജെയിന് പറയാണ്, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കുറച്ചുകൂടെ ബുദ്ധിപരമായി ചിന്തിച്ച് ഇതിനൊന്ന് ഹാൻഡിൽ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇപ്പൊ ഡാനിയലിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡാറ്റാസ് ഇത് മുഴുവൻ ജനങ്ങൾ അറിയണം, അത് അറിഞ്ഞേ മതിയാവൂ. മാത്രമല്ല ഇപ്പൊ ഡാനിയൽ അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സിഗ്നൽ കിട്ടുന്നില്ല. ഹ്യൂഗോയുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കണം. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ പോയ സ്ഥലത്ത് നിന്ന് ഡാനിയൽ തിരിച്ചു വരികയാണ്. എന്നിട്ട് ആ ഡാറ്റയും കാര്യങ്ങളൊക്കെ വെച്ച് ആ ഒരു ബാഗ് ഉണ്ടല്ലോ അത് അവൻ എടുക്കുകയാണ്. അതായത് ജെയിനെ വിശ്വാസം ഇല്ലാത്തതുപോലെ ആ ബാഗ് എടുത്ത് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ജെയിനും ഒരു വല്ലാത്ത രീതിയിൽ തന്നെ
ഡാനിയലിനെ നോക്കുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് വാർഡറ്റ്സ് കോർപ്പറേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. അവിടെ നിന്നും 2 ഡിവൈസുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നില്ല, എന്നാൽ ഒരെണ്ണം ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആ ഒരെണ്ണം അവരിപ്പോ പുറത്തേക്ക് എടുക്കുകയാണ്. മാത്രമല്ല കയ്യിൽ ഒതുങ്ങുന്ന ആ ഒരു ചെറിയ ഡിവൈസ് അതൊരിക്കലും മനുഷ്യനുണ്ടാക്കിയതല്ല, അതൊരു ഏലിയൻ ടെക്നോളജിയാണ്. ആ ഡിവൈസ് ഇപ്പൊ നോഹ കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു പ്രത്യേകതരം ചെയറിലേക്ക് അയാൾ കെടുക്കുകയാണ്. അതായത് ഇത് ഉപയോഗിച്ച് ഡാനിയലിനെ ഇയാൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അത് വെറും കയ്യിൽ അയാൾ ഇറുക്കി പിടിച്ച് ഡാനിയലിന്റെ ഫോട്ടോയിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വേദന കൊണ്ട് നോഹ കുടഞ്ഞെഴുന്നേൽക്കുകയാണ്. എന്താ പറ്റിയെന്ന് ബാക്കിയുള്ള എല്ലാവരും ചോദിക്കുമ്പോൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് എനിക്ക് അവനെ കാണാൻ പറ്റി, പക്ഷെ പൂർണ്ണമായ ഒരു വെളിച്ചമായിരുന്നു പിന്നീട് ഞാൻ കണ്ടത്. വല്ലാത്തൊരു വേദനയും. അതായത് അവനെ എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. എന്നാൽ അവനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവന്റെ കൂടെയുള്ള ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ജെയിന്, അവളെ നമുക്ക് ട്രാക്ക് ചെയ്യാന്ന് പറയാം. ഇതേ സമയം തന്നെ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്ന മാർഗരറ്റിനെയും ഹസ്ബൻഡ് ജാക്കിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും ഒരു കാറിലാണ് ഇരിക്കുന്നത്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഈ സമയത്ത് മാർഗരറ്റിന്റെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നുണ്ട്. അവൾ ഫോൺ എടുത്തപാട് തന്നെ മാർഗരറ്റിനോട് സംസാരിക്കുന്നത് ഹ്യൂഗോയാണ്. ഹ്യൂഗോ ആരാണെന്ന് മാർഗരറ്റിന് അറിയില്ലല്ലോ. അതുപോലെ തന്നെ ഹ്യൂഗോ മാർഗരറ്റിനോട് പറയാണ്, നിനക്കൊരു പ്രത്യേകതരം കഴിവ് കിട്ടിയിട്ടുണ്ട്. അല്പനേരം മുന്നെയാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. ന്യൂസ് ചാനലിൽ വന്ന് ഒരു പ്രത്യേക രീതിയിൽ സംസാരിച്ചില്ലേ, അപ്പോഴാണ് ഞങ്ങൾക്ക് നിന്നെ മനസ്സിലായത്. അതുപോലെ തന്നെ നീ ഒരു മെസ്സഞ്ചർ ആണ്. നീ പോകേണ്ട സ്ഥലം അത് നീ തന്നെ മനസ്സിലാക്കണം. ഡാനിയൽ കെൽനർ, ആ പേര് നിന്റെ മൈൻഡിലേക്ക് എന്തായാലും വന്നിട്ടുണ്ടാവുമല്ലോ. ഒന്നും മനസ്സിലാവാതെ ഇപ്പൊ മാർഗരറ്റ് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളൊക്കെ ആരാണ്? അപ്പൊ ഹ്യൂഗോ പറയുന്നുണ്ട്, മാഡം അധികം വൈകാതെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. എത്രയും പെട്ടെന്ന് തന്നെ ഡാനിയലിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം എന്ന് പറയുന്നുണ്ട് ഹ്യൂഗോ. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലെ ഫോൺ എത്രയും പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയുക. ഞങ്ങൾ എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ഇപ്പൊ മാർഗരറ്റ് പറയാണ്, എന്റെ കയ്യിൽ ഈ നമ്പറും ഈ ഫോണും ഇല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യും? ഈ സമയത്ത് ഹ്യൂഗോ പറയുന്നുണ്ട്, ഞങ്ങൾക്കേ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തതുള്ളൂ. നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് അവിടുന്ന് പൊയ്ക്കുമെന്ന് പറയണം. എന്തായാലും ഹ്യൂഗോ പറഞ്ഞതുപോലെ തന്നെ മാർഗരറ്റ് വേഗം തന്നെ ഫോൺ എറിഞ്ഞ് പൊളിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ കൂടെയുള്ള ഭർത്താവായിട്ടുള്ള ജാക്കിന് ഒന്നും മനസ്സിലാവുന്നില്ല. ജാക്ക് ചോദിക്കുകയാണ്, എന്താ ഇവിടെ നടക്കുന്നത്, നീ ഒന്ന് വ്യക്തമായിട്ട് പറയോ? ഇപ്പൊ മാർഗരറ്റ് പറയണ, എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ നടക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ മഴ മാറി അതിന് പകരം ഐസ് കെട്ടുകൾ താഴേക്ക് വീഴാൻ തുടങ്ങുകയാണ്. എന്തായാലും അധിക നേരം രണ്ടുപേരും അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ മാർഗരറ്റിന് ഒരു ഉൾവിളി ഉണ്ടാവുന്നുണ്ട്. ആ ലൊക്കേഷനിലേക്ക് അവൾ പോവാന്ന് തീരുമാനിക്കുകയാണ്. ഇതേ സമയം തന്നെ നോഹയെ കാണിക്കുകയാണ്. നോഹ ആ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഡാനിയലിനെ ട്രേസ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നോഹ ഇനി ട്രേസ് ചെയ്യാൻ പോകുന്നത് ജെയിനെയാണ്. ഇതേ സമയം തന്നെ ജെയിനെ കാണിക്കുകയാണ്. അവൾ ആ ഒരു വുഡ് ഹൗസിലാണുള്ളത്. പെട്ടെന്ന് അവളുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. ഇതേ നേരം തന്നെ റേഞ്ച് കിട്ടാനായിട്ട് ഒരു പുൽമൈതാനത്തിലേക്ക് പോയ ഡാനിയലിനെ കാണിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ റേഞ്ച് കിട്ടി ഹ്യൂഗോയുമായിട്ട് സംസാരിക്കുകയാണ്. അതേ നേരം തന്നെ ഹ്യൂഗോ അവനോടൊരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ തേടി നടന്ന ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവളുടെ പേര് മാർഗരറ്റ് എന്നാണ്. എന്തായാലും ഒരു വീഡിയോ ഇപ്പോൾ ഡാനിയലിന് ഹ്യൂഗോ അയച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു ന്യൂസ് ചാനലിൽ വന്നിട്ട് ഒരു പ്രത്യേക രീതിയിൽ മാർഗരറ്റ് സംസാരിച്ചില്ലേ, ആ ക്ലിപ്പാണ് ഇപ്പൊ നമ്മുടെ ഡാനിയലിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആർക്കും അത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്നാൽ അത് കേട്ടപാടിന് ഡാനിയലിന് ഒരു കാര്യം മനസ്സിലായി, എന്താണ് അതിന്റെ ആ ഒരു അർത്ഥം എന്ന്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ഒരുപാട് പേടിക്കേണ്ട എന്നാണ്. അപ്പൊ ഹ്യൂഗോ ചോദിക്കുകയാണ്, ഡാനിയലെ ഇതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത്? എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അത് കേട്ടപാട് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു ഞെട്ടലോടെ ഹ്യൂഗോ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ ആർക്കും ഇതെന്താന്ന് മനസ്സിലായില്ല. ഇതൊരു ഏലിയൻ ലാംഗ്വേജ് ആണ്, നിനക്ക് മാത്രമേ ഇത് മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഡാനിയലും ആകെ കൺഫ്യൂഷൻ ആയിട്ട്, ഹ്യൂഗോ എന്താണോ ഇവിടെയൊക്കെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് എനിക്കിതൊക്കെ മനസ്സിലാവുന്നത്? ഹ്യൂഗോ പറയാണ്, ഇതിനെല്ലാം ഉത്തരം നമുക്ക് അധികം വൈകാതെ കിട്ടും. അതുപോലെ തന്നെ നേരത്തെ എന്റെ ഒരാൾ വന്നില്ലേ, അവൻ വീണ്ടും വരും, സേഫായിട്ട് നിങ്ങളെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കും. എത്രയും പെട്ടെന്ന് ഈ മാർഗരറ്റിനെ നീ മീറ്റ് ചെയ്യണം. എന്നാൽ വളരെയധികം പേടിച്ചു പോയ ഡാനിയൽ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ എന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് വലിച്ചിടാൻ നോക്കുകയാണല്ലേ, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. എന്നാൽ ഹ്യൂഗോ പറയാണ്, നിന്റെ ഇതേ അവസ്ഥയിൽ തന്നെയാണ് മാർഗരറ്റും, എല്ലാത്തിനുമുള്ള ഉത്തരം നമുക്ക് അധികം വൈകാതെ കിട്ടും. എത്രയും പെട്ടെന്ന് അവളെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇപ്പൊ ഡാനിയൽ നിന്നിരുന്ന ആ ഒരു പുൽമൈതാനം ഉണ്ടല്ലോ, അവിടെ ക്രോപ്പ് സർക്കിളുകൾ പെട്ടെന്ന് രൂപപ്പെടുകയാണ്. അതായത് അതൊരു ഏലിയൻ ഭാഷയാണ്. അതെന്താണെന്ന് ഇപ്പൊ നിലവിൽ ഡാനിയലിന് മനസ്സിലാവുന്നില്ല. ഇതേ നേരം തന്നെ വുഡ് ഹൗസിന്റെ ഉള്ളിലുള്ള ജെയിനെ കാണിക്കുകയാണ്. അവളുടെ കണ്ണിന്റെ നിറം പെട്ടെന്ന് പച്ചയാവുകയാണ്. അവളുടെ ശരീരം മുഴുവനായിട്ടും ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത് നോഹയാണ്. മാന്ത്രിക ശക്തിയോ മന്ത്രവാദമോ ഒന്നുമല്ല, ടെലിപ്പതി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയോ പവർ ഉണ്ടല്ലോ, അത് ആ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അങ്ങനെ ജെയിനിന്റെ ശരീരത്തെ പൂർണ്ണമായിട്ട് നോഹ കൺട്രോൾ ചെയ്യാണ്. നോഹ കൈ അനക്കുമ്പോൾ അവളും കൈ അനക്കും. അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ജെയിന് മനസ്സിലാവുന്നില്ല. അവൾക്ക് ആകെ പേടിയാവുകയാണ്. ഇപ്പൊ അവിടെ ഒരു ടേബിളും കസാര ഉണ്ടായിരുന്നു. ആ കസാരയിൽ നോഹ ഇരിക്കുന്നത് പോലെ ജെയിന് തോന്നുന്നുണ്ട്. അവളോട് അവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളോട് നോഹ ചോദിക്കുകയാണ്, ഡാനിയൽ അവൻ എവിടെയുണ്ട്? ഇപ്പൊ ജെയിൻ പറയാണ്, അവൻ പുറത്തുണ്ട്.
അതുപോലെ ജെയിൻ ഒരു കാര്യം മനസ്സിലായി, അവളുടെ ശരീരത്തെ ഇയാൾ കൺട്രോൾ ചെയ്യാണ്. അപ്പൊ അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു വരാനായിട്ട് അവളുടെ കയ്യിൽ ഒരു കുരിശുണ്ടായിരുന്നു. അത് ഇറുക്കി അമർത്തിയപ്പോൾ അവൾക്ക് നന്നായിട്ട് വേദനയാവുന്നുണ്ട്. ആ വേദനിച്ച സമയത്ത് അവളുടെ മൈൻഡ് ഡൈവേർട്ടായി അതിൽ നിന്നും അവൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ നോഹ വീണ്ടും അവളെ കൺട്രോൾ ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ എവിടെയാണുള്ളത്? വ്യക്തമായിട്ട് ജെയിന് ആ കാര്യം പറയാൻ കഴിയുന്നില്ല. എന്നാലും അവൾ കണ്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ആ കാര്യങ്ങളൊക്കെ നോഹയുടെ ടീം ട്രേസ് ചെയ്തെടുക്കുകയാണ്. അവരിപ്പോ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നോഹ ജെയിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, നിന്റെ ബോയ് ഫ്രണ്ട് ഡാനിയൽ കാരണം ഈ ലോകത്ത് വലിയൊരു പ്രശ്നം വരാൻ പോവാണ്. അപ്പൊ അതിനു മുന്നേ നീ അവനെ കൊന്നുകളയെന്ന് പറയാണ്. അറിയാതെ തന്നെ ജെയിൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി അവളുടെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ പുറത്തുണ്ടായിരുന്ന ഡാനിയലിനെ കാണിക്കുകയാണ്. ഡാനിയലിന്റെ ഫോണിലേക്ക് ഇപ്പൊ മാർഗരറ്റ് വിളിക്കുന്നുണ്ട്. മാർഗരറ്റ് പറയാണ്, നീ ആരാണെന്ന് എനിക്കും അറിയില്ല, ഞാൻ ആരാണെന്ന് നിനക്കും അറിയില്ല, പക്ഷെ നമ്മൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുമുട്ടണം. മാത്രമല്ല നീ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ അത് അവർ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അവർ അവിടെ എത്തും, നീ രക്ഷപ്പെടാൻ നോക്കുന്ന പറയാണ്. അധികം വൈകിയില്ല, ഈ നോഹയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. വേഗം തന്നെ ഡാനിയൽ എന്താക്കി, പതിയെ ഇവരുടെ വണ്ടിയെല്ലാം അവിടെ നിർത്തി വെച്ചിട്ടുണ്ടല്ലോ, അതിന്റെ പിറകാലെ വന്ന് അതിലൊരു കാറ് അവൻ എടുക്കുന്നുണ്ട്. ഒന്നും നോക്കിയില്ല, ആ ഒരു വുഡൻ ഹൗസ് ഉണ്ടല്ലോ അതിന്റെ ഉള്ളിലേക്ക് അത് ഇടിച്ചു കയറ്റി. ഇതേ നേരം അതിന്റെ ഉള്ളിൽ ഒരു ബോധവും ഇല്ലാതെ ജെയിൻ അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അവളെ കൺട്രോൾ ചെയ്യുന്ന നോഹയാണല്ലോ. എന്തായാലും അവളോട് വേഗം കാറിലേക്ക് കയറാൻ പറയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, ഡാനിയൽ കാറുമായിട്ട് ആ ഒരു വീട് ഇടിച്ച് പൊളിച്ച് പുറത്തേക്ക് ഒരൊറ്റ പോക്ക് പോവാണ്. എന്നാൽ ഈ സമയത്തും ജെയിനിന്റെ കയ്യിൽ ആ ഒരു കത്തി ഉണ്ടല്ലോ, ആ കത്തി ഉപയോഗിച്ച് അവനെ കൊല്ല് എന്ന് നോഹ പറയുമ്പോൾ അവൾക്കത് ചെയ്യേണ്ടി വരികയാണ്. കാരണം അവളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്ന നോഹയാണ്. എന്നാൽ ആ സമയത്ത് ജെയിൻ എന്താക്കി, ഒന്നും നോക്കിയില്ല, അവളുടെ കയ്യിലേക്ക് ആ കത്തി വെച്ച് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. നന്നായിട്ട് മുറിവായി, നന്നായിട്ട് വേദനിച്ചു. അതുകൊണ്ട് തന്നെ നോഹയ്ക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല എന്ത് വേദനയാണോ ജെയിൻ ഇവിടെ ഫീൽ ചെയ്തത്, ആ വേദന നോഹയ്ക്കും അതുപോലെ തന്നെ ഫീൽ ചെയ്തു. ഇയാൾ നിലവിളിച്ചുകൊണ്ട് തന്നെ നിലത്തേക്ക് വീണു. കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡിവൈസ് താഴേക്ക് വീഴുകയാണ്. എല്ലാവരും ഓടിച്ചെന്ന് നോഹയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ഒരാൾ വേഗം ചെന്ന് ആ ഒരു ഡിവൈസ് എടുത്തു വെക്കാൻ നോക്കുകയാണ്. വെറും കൈകൊണ്ടാണ് അയാൾ അത് എടുക്കാൻ നോക്കിയത്. അപ്പൊ തന്നെ അയാൾ അവിടുന്ന് സ്പോട്ടിൽ അപ്രത്യക്ഷനാവുകയാണ്. എങ്ങോട്ടേക്കോ ടെലിപ്പോർട്ട് ആയിപ്പോയി. എന്നാൽ അല്പനേരം കൊണ്ട് തന്നെ അയാൾ വീണ്ടും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, അതും ബോധമില്ലാതെ. അതായത് ഈ ഒരു ഡിവൈസ് അത് എക്സ്ട്രീംലി ഡേഞ്ചർ ആണ്, അതിനെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇതേ നേരം തന്നെ നോഹയുടെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഡാനിയലിനെ ജെയിനെ കാണിക്കുകയാണ്. അവർ അവസാനം ഒരു ഡെഡ് എൻഡിലേക്ക് എത്തുകയാണ്. തൊട്ട് മുന്നിൽ വലിയൊരു കോറിയാണ്. ഇവരൊന്നും നോക്കിയില്ല, രണ്ടുപേരും കാറിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ കാർ മുന്നിലേക്ക് തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് അവിടെ വിളിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അങ്ങോട്ടേക്ക് നോഹയുടെ ആൾക്കാർ വരുന്നുണ്ട്. ഇവർ വന്ന് നോക്കുമ്പോൾ എന്താ, കാറ് താഴേക്ക് വീണു. അതിന്റെ ഉള്ളിലാണ് ഡാനിയലും ജെയിനും. ചിലപ്പോൾ അവര് മരിച്ചിട്ടുണ്ടാവും എന്ന് ഇവർ വിചാരിക്കുകയാണ്. എന്നാൽ സത്യത്തിൽ രണ്ടുപേരും രക്ഷപ്പെട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം മാർഗരറ്റിനെയും ജാക്കിനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അരികിലാണ്. അവിടെ ഭയങ്കരമായിട്ട് ആൾത്തിരക്കും അതുപോലെ തന്നെ ആൾക്കാർ ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ പേര് പെട്രോളൊക്കെ അടിക്കാനായിട്ട് വേഗം അവിടുത്തെ ആ ഒരു പെട്രോൾ പമ്പിലേക്കൊക്കെ വരുന്നുണ്ട്. അതായത് ലോകത്ത് ഇന്ന് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയാണ്. ഇന്ന് നല്ല കുറച്ച് ദിവസമായിട്ട് വല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇതെല്ലാം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ പോകുമെന്ന അവസ്ഥയിലാണ്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയെ കാത്തു വലിയൊരു അപകടം തന്നെയുണ്ട്. ഒരു മൂന്നാം ലോകം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മനുഷ്യരുടെ അവസാനമായിരിക്കും. എന്തായാലും ഇപ്പൊ മാർഗരറ്റും ജാക്കും അവിടെ ഉണ്ടല്ലോ. ജനങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ, ജനങ്ങൾ പാനിക്കാവും, പേടിക്കും. അതുപോലെ തന്നെ മാർഗരറ്റിന് ഒരു കാര്യം മനസ്സിലായി. അവൾ ഈ മനസ്സിലാക്കുന്ന കാര്യങ്ങളോ അവളുടെ ഈ പെരുമാറ്റങ്ങളോ ഇതൊന്നും മനസ്സിലാക്കാൻ ജാക്കിന് കഴിയുന്നില്ല. അതുപോലെ തന്നെ അവളുടെ കൂടെ ജാക്കിനെ കൊണ്ടുപോയാൽ അത് ജാക്കിന് ആപത്താണ്. അതുകൊണ്ട് നൈസായിട്ട് ജാക്കിനെ ഒഴിവാക്കി മാർഗരറ്റ് ഒറ്റയ്ക്ക് തന്നെ ഡാനിയലിനെ തേടി പോവാണ്. ഇതേ സമയം ഡാനിയലും അതുപോലെ തന്നെ ജെയിനും കൂടെ ഒരു ഹോട്ടൽ റൂമിലാണ് ഇപ്പൊ തൽക്കാലം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹ്യൂഗോ വിളിക്കുന്നുണ്ട്. ഹ്യൂഗോയോട് ഇനി അങ്ങോട്ടേക്ക് പോകേണ്ടതെന്ന് ഡാനിയൽ ചോദിച്ചപ്പോൾ നീ എന്തായാലും വെയിറ്റ് ചെയ്യ്, എന്റെ ആളെ ഞാൻ അങ്ങോട്ടേക്ക് വിടുന്നു പറയാണ്. പിന്നീട് ഫോൺ കട്ടാവുകയാണ്. ഇതേ സമയത്ത് തന്നെ ജെയിൻ കുളിക്കാൻ പോയ സമയം നോക്കിയിട്ട് ഡാനിയൽ എന്താ ചെയ്തതെന്ന് അറിയോ? ഈ ഹോട്ടൽ ഏതാണ് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള അവിടുത്തെ ബില്ലുകൾ, അതുപോലെ തന്നെ ഹോട്ടലിന്റെ കാർഡുകൾ, ബ്രൗഷേഴ്സ് ഇതെല്ലാം പെറുക്കിയെടുത്ത് അവിടെ ഉണ്ടായിരുന്ന മേശയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയാണ്. കാരണം ഇനി എങ്ങാനും ജെയിനെ ഈ നോഹ കൺട്രോൾ ചെയ്ത് ഈ സ്ഥലം ട്രേസ് ചെയ്യാനുള്ള സാധ്യത നല്ലോണം ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഇപ്പൊ ഡാനിയൽ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും പിന്നീട് കുളിയെല്ലാം കഴിഞ്ഞ് ജെയിൻ പുറത്തേക്ക് വന്നപ്പോൾ ഡാനിയൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. മാർഗരറ്റ് ഒരു പ്രത്യേക രീതിയിൽ സംസാരിച്ചില്ലേ, അവൾക്ക് അത് കേട്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ഡാനിയൽ പറയാണ്. ഇതൊരു പ്രത്യേകതരം നമ്പേഴ്സ് ആണ്, ഒരു മാത്തമാറ്റിക്സ് ആണ്. ആ നമ്പറിനെ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെ ഈ കഴിവ് എനിക്ക് കിട്ടിയെന്ന് അറിയുന്നില്ല. അതുപോലെ തന്നെ ജെയിൻ പറയാണ്, ഡാനിയൽ ഒരു കാര്യം ചെയ്യ്, എന്റെ കൈയും കാലൊക്കെ കെട്ടിവെച്ചേക്ക്. കാരണം രാത്രി അയാൾ എങ്ങാനും എന്നെ കൺട്രോൾ ചെയ്താൽ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്താലോ. എന്തായാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവളുടെ കൈയും കാലും ഇതെല്ലാം കെട്ടിവെക്കുകയാണ്. എന്നാൽ രാത്രി ആയി കഴിഞ്ഞ സമയത്ത് ജെയിനെ വീണ്ടും നോഹ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ അങ്ങനെ ചുറ്റും നോക്കുകയാണ്, ഇതേതാ സ്ഥലം എന്ന്. മനസ്സിലാക്കാൻ ഭാഗത്തിന് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡാനിയലിന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അത് ആ ഹോട്ടലിലെ ഒരു പേപ്പറായിരുന്നു. അതിലായിരുന്നു ആ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ അവൻ എഴുതിയിരുന്നത്. അതിൽ ആ ഹോട്ടലിന്റെ പേരുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് സ്ഥലം ഇപ്പൊ നോഹയ്ക്ക് മനസ്സിലായി. അങ്ങോട്ടേക്ക് അവന്റെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഹ്യൂഗോ പറഞ്ഞയച്ച ആ ആളുണ്ടല്ലോ, ഇയാളുടെ പേര് സാന്റിയാഗോ എന്നാണ്. സാന്റിയാഗോ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നോഹയുടെ ആൾക്കാർ അവിടെ എത്തി. എന്തായാലും സാന്റിയാഗോ അവനുള്ളിൽ
ഉള്ളിൽ പോയിട്ട് ഡാനിയലിനെ എന്തായാലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ ഹോട്ടലിന്റെ ഉള്ളിലുള്ള ഡാനിയലിന് മനസ്സിലായി അവൻ പെട്ടു എന്നുള്ള കാര്യം. അതുകൊണ്ട് ഡാനിയൽ വേഗം തന്നെ അവന്റെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള ഡാറ്റാസ്, ഇതെല്ലാം വേഗം തന്നെ എന്ത് ചെയ്തു, ജെയിനിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവളെ സേഫ് ആയിട്ട് പുറത്തേക്ക് എത്തിക്കുകയാണ്. അവൾ ആ ഒരു ജനാലയിലൂടെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ നോഹയുടെ ആൾക്കാർ ഡാനിയലിനെ കൈയോടെ പിടിക്കുകയാണ്. എന്നിട്ട് അവനെ നേരെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവന്നിട്ട് എന്തായാലും അവിടെ വെച്ച് ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിൽ നിന്നും എല്ലാ രഹസ്യം പുറത്തേക്ക് എടുക്കും. എന്നാൽ ഇവിടെ വെച്ച് മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ ഡാനിയൽ എവിടെയാണോ ആ സ്ഥലം സ്വന്തം മൈൻഡ് കൊണ്ട് ട്രേസ് ചെയ്യാൻ മാർഗരറ്റിന് കഴിയുന്നുണ്ട്. സോ മാർഗരറ്റ് ഇപ്പൊ നേരെ പോകുന്നത് വാർഡറ്റ്സ് കോർപ്പറേഷന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ്. ഒട്ടും പേടിയില്ലാതെ അവൾ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ഓക്കെ, ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുവാണെങ്കിൽ വീഡിയോ അതൊന്ന് ലൈക്ക് ചെയ്യുക. കഥയിലേക്ക് തിരിച്ചു തരാം. എന്തായാലും ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഉള്ളിലേക്ക് ധൈര്യമായിട്ട് മാർഗരറ്റ് കയറി ചെന്നല്ലോ. മാർഗരറ്റിനെ കണ്ട വേർഡ് തന്നെ ഇപ്പൊ ഈ ഒരു നോഹ പറയുന്നുണ്ട്, എനിക്കറിയാം നീ ആരാണെന്ന്, നിങ്ങളുടെ പ്ലാൻ ഒന്നും ഇനി ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു തീർന്നില്ല. പെട്ടെന്ന് തന്നെ ഈ നോഹ നോക്കുമ്പോ മാർഗരറ്റിനെ ഈ നോഹയുടെ ഭാര്യയെ പോലും തോന്നുകയാണ്. അയാളത് സ്റ്റക്കായി പോയി. നോഹയുടെ ആൾക്കാർ വന്നിട്ട് ഇപ്പൊ മാർഗരറ്റിനെ പിടിക്കാൻ നോക്കുമ്പോൾ നോഹ തന്നെ തടുക്കുകയാണ്. ഒരൊറ്റെണ്ണം തൊട്ടുപോകരുത്, ഇതെന്റെ ഭാര്യയാണ് എന്നൊക്കെ പറയാണ്. എന്തായാലും ഇതിനുശേഷം മാർഗരറ്റ് അവിടെ ഉണ്ടായിരുന്ന ഡാനിയലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, വാ നമുക്ക് പോകാന്ന് പറയാണ്. എന്തോ മുൻപരിചയം ഉള്ളതുപോലെ തന്നെ ഡാനിയൽ ഇപ്പോൾ മാർഗരറ്റിന്റെ കൂടെ ഇറങ്ങി പോകുന്നുണ്ട്. നോഹയോ അയാളുടെ ആൾക്കാരോ ആരും അവരെ തടയാൻ നിന്നില്ല. കാരണം അവരെ എല്ലാം ഇപ്പൊ മാർഗരറ്റ് കൺട്രോൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുറത്ത് ഈ നോഹയുടെ ആൾക്കാർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ആൾക്കാരും ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് മാർഗരറ്റിനെ തോന്നുകയാണ്. ഒരാൾക്ക് അയാളുടെ കാമുകിയായിട്ട്, ഒരാൾക്ക് അയാളുടെ അച്ഛനായിട്ട്. എന്തായാലും ഇവരാരും മാർഗരറ്റിനെ തടഞ്ഞില്ല. ആ ഗ്യാപ്പിന് രണ്ടുപേരും രക്ഷപ്പെട്ടു പോവാണ്. രക്ഷപ്പെട്ട് ഇവർ ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് നോഹയ്ക്കും നോഹയുടെ ആൾക്കാർക്കും സ്വബോധം തിരിച്ചു കിട്ടുന്നത്. മാത്രമല്ല ഇപ്പൊ ഡാനിയലും മാർഗരറ്റും ഒരുമിച്ച് പോവാണല്ലോ. എന്തായാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. രണ്ടുപേർക്കും എന്താ സംഭവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു റെയിൽവേ ട്രാക്കിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അത് പോകുന്നത് വെയിറ്റ് ചെയ്യണമല്ലോ. എന്നാൽ കറക്റ്റ് ആ സമയത്താണ് നോഹയുടെ ഒരാൾ ഇവരെ ചേസ് ചെയ്ത് വന്നിട്ട് ഇവരുടെ ആ ഒരു കാർ ഉണ്ടല്ലോ, അത് ആ ഒരു ട്രെയിനുമായിട്ട് കൂട്ടിയിടിപ്പിക്കുന്നത്. ആ ഇടിയിൽ കാറിന്റെ മുൻഭാഗം ട്രെയിനിന്റെ അടിയിൽ കൊളുത്തി പോയിട്ട് ട്രെയിനിന്റെ കൂടെ തന്നെ ഈ ഒരു കാറും വലിഞ്ഞുകൊണ്ട് പോവുകയാണ്. മാത്രമല്ല ഇവർ നോക്കുമ്പോൾ കുറച്ച് ദൂരെ നിന്നും ഒരു ട്രെയിന് ഈ ഒരു ട്രെയിനിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതായത് ആ ട്രെയിൻ വരുന്ന ട്രാക്കിലാണ് ഇവരുടെ കാർ ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇവരൊന്നും നോക്കിയില്ല, എങ്ങനെയൊക്കെയോ ഈ കാറിൽ നിന്നും വലിഞ്ഞ് പുറത്തേക്ക് വന്ന് ഇവരെ വലിച്ചുകൊണ്ടുപോകുന്ന ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, അതിന്റെ ഈ കോണി പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിലേക്ക് പിടിച്ച് രണ്ടുപേരും കയറുകയാണ്. എന്നാൽ അപ്പം തന്നെ വന്നിട്ട് ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ, ഇവരുടെ കാറിനെ ഇടിച്ച് തെറിപ്പിച്ച് കളയാണ്. അതുപോലെ തന്നെ നോഹ അയാളിപ്പോൾ ട്രേസ് ചെയ്യാൻ നോക്കുന്നത് ഹ്യൂഗോ ഉണ്ടല്ലോ. ഹ്യൂഗോ എവിടെ നിന്നോ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹ്യൂഗോയെ നിയന്ത്രിച്ചുകൊണ്ട് അയാൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നോഹ ഇപ്പോൾ. അതായത് ഹ്യൂഗിന്റെ മുന്നിലും നോഹ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ഹ്യൂഗിന് തോന്നുന്നുണ്ട്. അതായത് അവനെ കൺട്രോൾ ചെയ്യുകയാണ്. ഒരുപാട് വർഷം ഈ നോഹയുടെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടും വിശ്വസ്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നു. പക്ഷേ ഈ സമയത്ത് എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ നോക്കുമ്പോൾ നടക്കുന്നില്ല. ഹ്യൂഗിന്റെ ഉള്ളിൽ നിന്നും അത് പുറത്തേക്ക് കിട്ടുന്നില്ല. ഈ സമയത്താണ് ഹ്യൂഗിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ ആളെ ഇപ്പൊ നോഹ കാണുകയാണ്. ഇനിയിപ്പോ ആ ചെറുപ്പക്കാരനെ വെച്ചിട്ട് അവനിലൂടെ ഈ സ്ഥലം ട്രേസ് ചെയ്യാൻ പറ്റും. കാരണം ഹ്യൂഗിന്റെ അത്രയും മനസ്സിന് സ്ട്രോങ് ഉള്ള ആളായിരിക്കില്ല ആ ചെറുപ്പക്കാരൻ. ഇതിനുശേഷം ഡാനിയലിനെയും അതുപോലെ തന്നെ മാർഗരറ്റിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും ട്രെയിനിൽ നിന്നും എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ നോഹയുടെ ആൾക്കാരിൽ നിന്നും രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ഈ ഫയർ എഞ്ചിൻ അങ്ങനത്തെ രണ്ട് വാഹനം അവിടെ വന്നു നിൽക്കുന്നത്. അതിൽ നിന്നും യൂണിഫോം ഇട്ട് കുറച്ച് ആൾക്കാർ വേഗം തന്നെ ചാടി ഇറങ്ങുകയാണ്. ഇവർ പിടിക്കാൻ നോക്കുകയാണ്. ആദ്യം ഡാനിയലും മാർഗരറ്റും പേടിച്ചെങ്കിലും പിന്നീടാണ് മനസ്സിലായത് ഹ്യൂഗോ അയച്ച അയാളുടെ ആളുണ്ടല്ലോ, സാന്റിയാഗോ. സാന്റിയാഗോ ടീമായിരുന്നു അത്. എന്തായാലും ഇതിനുശേഷം ഇവരെ നേരെ ഹ്യൂഗോ ഉള്ള ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇവരെ കൊണ്ടുപോവാണ്. ഡാനിയലിന് ഓൾറെഡി ഹ്യൂഗോയെ അറിയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ മാർഗരറ്റിന് ഹ്യൂഗോ ആരാണെന്നും അയാൾ എന്താ ചെയ്യുന്നേ ഒന്നും അറിയില്ലല്ലോ. കുറച്ചു നേരം മുന്നേ അല്ലേ അയാളോട് സംസാരിച്ചത് തന്നെ. എന്തായാലും അവിടെ വന്നിറങ്ങിയ മാർഗരറ്റിനെ പരിചയപ്പെടാൻ വേണ്ടി ഹ്യൂഗോ വരുമ്പോൾ അപ്പത്തിന് മാർഗരറ്റ് പറയുന്നുണ്ട്, നിങ്ങളല്ലേ ഹ്യൂഗോ? അതെ, എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള ഓരോ ആൾക്കാരെയും എനിക്ക് അറിയാന്ന് പറയാണ്. അതുപോലെ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ച ഒരു കാര്യം കണ്ട് മാർഗരറ്റ് ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ഹ്യൂഗോ സംസാരിക്കുന്ന സമയത്ത് ഇയാളുടെ പിന്നിൽ വെച്ച് എന്തൊക്കെയോ ചില കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോന്ന്. ഹ്യൂഗോയും അയാളുടെ ആൾക്കാരും കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചത് ഒരു വീടായിരുന്നു. ആ വീട് കണ്ടിട്ടാണ് ശരിക്കും മാർഗരറ്റ് ഞെട്ടിപ്പോയത്. ഇപ്പൊ മാർഗരറ്റ് ചോദിക്കുകയാണ്, ഈ വീട് ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? കാരണം എന്റെ ചെറുപ്പത്തിൽ ഞാൻ താമസിച്ചത് എന്റെ അമ്മയുടെ വീട് അത് ഇതുപോലെയായിരുന്നു. ഒന്നും മനസ്സിലാവാതെ മാർഗരറ്റ് നേരെ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ശരിക്കും ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ എക്സാക്ട്ലി അതിന്റെ അതേപോലെ തന്നെ ഓരോ ഭാഗവും അതുപോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മാർഗരറ്റിന് ഒരു കാര്യം മനസ്സിലായി, ഇവർ കാര്യമായിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഹ്യൂഗോ പറയാണ്, മാർഗരറ്റ് അതുപോലെ തന്നെ ഡാനിയൽ, നിങ്ങളുടെ ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു കാര്യമുണ്ട്, അത് ഇന്ന് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തെടുക്കണം. അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണം. നിങ്ങൾ
രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് പറയുന്ന സമയത്ത് മാർഗരറ്റിനെ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൾ പറയണത് എനിക്ക് അതിനൊന്നും താല്പര്യമില്ല, ഞാൻ അതിന് നിൽക്കൂല. പ്രധാനമായിട്ടും അതിന്റെ കാരണം അവൾ കുട്ടിയായിരിക്കുമ്പോൾ അവളുടെ അച്ഛൻ മരിച്ചുപോയി. ആ ഓർമ്മകളിലേക്ക് പോകാൻ ഒരിക്കലും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്ക് ഭയങ്കര സങ്കടമാണ് അതൊക്കെ. പക്ഷെ എന്നാലും ഹ്യൂഗോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവസാനം മാർഗരറ്റിനെ കൊണ്ടും ഡാനിയലിനെ കൊണ്ടും ഇത് സമ്മതിപ്പിക്കുകയാണ്. പിന്നീട് രണ്ടുപേരെയും ഒരുമിച്ചിരുത്തുന്നുണ്ട്. രണ്ടുപേരുടെ കയ്യിലും ആ ഡിവൈസ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഡിവൈസ് ഒരെണ്ണം ഉള്ളത് നോഹയുടെ കയ്യിലും ഒരെണ്ണം ഉണ്ടായിരുന്നത് നമ്മുടെ ഡാനിയലിന്റെ കയ്യിലായിരുന്നല്ലോ. ആ സാധനം ഡാനിയൽ ജെയിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവളോട് രക്ഷപ്പെടാൻ പറഞ്ഞല്ലോ. എന്നാൽ ആ മൂന്നാമത്തത് ഹ്യൂഗോയുടെ കയ്യിലുണ്ടായിരുന്നു. ഹ്യൂഗോ അതിപ്പോ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ വെച്ച് ഇറുക്കി പിടിക്കാൻ പറയണം. മാത്രമല്ല അവരുടെ തലയിൽ ചെറിയൊരു ഡിവൈസും ഘടിപ്പിക്കുന്നുണ്ട്. ഇതിലൂടെ ഇവര് രണ്ടുപേരും അവരുടെ ചെറുപ്പകാലങ്ങളിലേക്ക് പോവാണ്. വർഷങ്ങൾക്ക് മുന്നേ അതൊരു ഫെബ്രുവരി മാസമായിരുന്നു. അന്ന് രാത്രി നമ്മുടെ മാർഗരറ്റ് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പുറത്തെന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. അധികം വൈകാതെ അവളുടെ ആ റൂമിലേക്ക് ഒരു മാനും അതുപോലെ തന്നെ ചില പക്ഷികളും കയറി വരികയാണ്. അത് അവളെ എങ്ങോട്ടോ വിളിക്കുന്നത് പോലെ തോന്നി അതിന്റെ കൂടെ അവൾ പോവുകയാണ്. അങ്ങനെ അവൾ നടന്നെത്തിയത് ഒരു വീടിനടുക്കിലേക്കാണ്. ആ വീടിന്റെ ഉള്ളിൽ വല്ലാത്തൊരു പ്രകാശം ഉണ്ടായിരുന്നു. എന്തായാലും അതിനുള്ളിലേക്ക് അവൾ കയറിപ്പോയപ്പോൾ അവളെയും അതുപോലെ തന്നെ അവളുടെ കൂടെ ഒരു ആൺകുട്ടിയെയും അവിടുത്തെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ടുണ്ട്. മാത്രമല്ല അവരെ കൂട്ടിക്കൊണ്ടുവന്ന ആ ഒരു മാനുണ്ടല്ലോ, ആ മാനിന്റെ കണ്ണുകളിലൂടെ നമ്മളിപ്പോ ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. പതിയെ പതിയെ ആ ഒരു മാൻ ഇപ്പോൾ ഒരു ഏലിയൻ ആയിട്ട് മാറുകയാണ്. അതായത് ഇവരുടെ അരികിലേക്ക് പലതവണ വന്നിരുന്ന ഈ മാനുകൾ, പക്ഷികൾ ഇതെല്ലാം ആ ഒരു ഏലിയൻസ് ആണ്. ഈ ഏലിയൻസ് ഒരിക്കലും മനുഷ്യരെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകാൻ വന്നതുമല്ല, മനുഷ്യരുമായിട്ട് സംസാരിക്കാൻ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വന്നതാണ്. എന്നാൽ ഒരിക്കലും അത് ഡയറക്ട്ലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കുട്ടികളെ ഏലിയൻസ് ചൂസ് ചെയ്തു. ഒന്ന് നമ്മുടെ മാർഗരറ്റ്, മനസ്സുകൊണ്ട് ചെറുപ്പം മുതൽ അവൾക്ക് നല്ല ധൈര്യമാണ്. അവളുടെ മനസ്സിന്റെ ആ ഒരു ധൈര്യം കൊണ്ട് തന്നെയാണ് ഏലിയൻസ് അവളെ ചൂസ് ചെയ്തത്. എന്നാൽ അവളുടെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു കുട്ടി, അത് ഡാനിയലാണ്. അവനാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പേടിച്ചിട്ട്. അവൻ എന്തിനായിരിക്കും ഏലിയൻസ് അപ്പൊ ചൂസ് ചെയ്തിട്ടുണ്ടാവുക? എന്തായാലും അവന് ധൈര്യമില്ല, അത് കരയുന്ന കണ്ടാൽ മനസ്സിലാവും. എന്നാൽ അവനൊരു ടാലന്റ് ഉണ്ട്, മാത്തമാറ്റിക്കലി ഭയങ്കര ബുദ്ധിയാണ്. ചെറുപ്പത്തിലെ അവൻ ആ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് അവനെയും ചൂസ് ചെയ്തത്. എന്തായാലും രണ്ടുപേരെയും ഈ ഏലിയൻസ് ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നത് തന്നെയാണ്. എന്നിട്ട് അവരുടെ തലയുടെ മുകളിൽ നമ്മൾ കാണുന്ന ആ ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അത് 3 മാത്രമായിരുന്നു നോഹയുടെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരുപാട് ഡിവൈസുകൾ അത് വൃത്താകൃതിയിൽ വെച്ച് ഇവരുടെ തലയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ബയോ എഞ്ചിനീയറിംഗ് ഇതുവഴി അവരുടെ DNA-യിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതോടുകൂടിയിട്ടാണ് ഇവർക്ക് ഈ ശക്തികൾ കിട്ടിയത്. സത്യം പറഞ്ഞാൽ വലുതായപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവർ മറന്നുപോയതാണ്. എന്തിനാണ് ശരിക്കും ഏലിയൻസ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഭാവിയിൽ നമ്മുടെ ഭൂമിയിൽ വലിയൊരു ദുരന്തം വരാനിരിക്കും. ആ ദുരന്തത്തെ ഒഴിവാക്കാനായിട്ട്, അതിനെക്കുറിച്ച് വാണിംഗ് തരാനായിട്ട് മനുഷ്യരോട് സംസാരിക്കണം. സത്യത്തിൽ അതായിരുന്നു ആ ഏലിയൻസിന്റെ ഉദ്ദേശം. എന്നാൽ അവരോട് മനുഷ്യർ ചെയ്തത് എന്താണ്? വളരെ ക്രൂരമായ കാര്യങ്ങളാണ്. അവരുടെ ടെക്നോളജി എടുത്ത് വെപ്പൺസ് ഉണ്ടാക്കാനൊക്കെയാണ് മനുഷ്യർ നോക്കിയത്. അവർ വന്ന ആ ഒരു നല്ല കാര്യം സ്വാർത്ഥരായ മനുഷ്യർ മനസ്സിലാക്കിയില്ല. എന്തായാലും ഓർമ്മകളെല്ലാം ഡാനിയലിനും മാർഗരറ്റിനും ഇപ്പൊ തിരിച്ചു കിട്ടുകയാണ്. എന്താണ് ഏലിയൻസ് അവരിലൂടെ പറയാൻ ശ്രമിച്ചത്? ആ കാര്യങ്ങൾ ലോകത്തോട് എന്തായാലും വിളിച്ചു പറയണം. ഇവരുടെ ഒരു മിഷൻ ഏകദേശം 50% വിജയിച്ചു കഴിഞ്ഞു. ഇനി 50% അത് ജനങ്ങളിലേക്ക് എത്തിക്കലാണ്. എന്നാൽ അപ്പോഴേക്കും നോഹയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയ മാർഗരറ്റ് എന്ത് ചെയ്തു? ആ ഡിവൈസ് ഉണ്ടല്ലോ, അത് ഒരെണ്ണം ഇപ്പോഴും ഇവരുടെ കയ്യിലുണ്ട്. അത് അവളുടെ കൈകളിലേക്ക് പിടിച്ച് അവൾ ആ ഒരു പവർ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഒന്നും ഇല്ലാത്തതുപോലെ ആക്കുകയാണ്. നോഹയും അയാളുടെ ആൾക്കാരും കൂടെ ഈ വലിയ ഗോഡൌണിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവനായിട്ട് കാലിയായി കിടക്കുകയാണ്. എന്നാൽ നോഹയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം വാർഡെക്സ് പോലെയുള്ള ഒരു വലിയൊരു കോർപ്പറേഷൻ അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ അയാളുടെ തലച്ചോറ് അത് ചെറുതൊന്നും ആയിരിക്കില്ലല്ലോ. അതായത് നോഹ ഇപ്പോൾ മനുഷ്യരുടെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്ന മെഷീൻ വെച്ച് അവിടെ സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലായി. ഇവർ ഇവിടെ തന്നെയുണ്ട്, പോയി പിടിക്കാൻ വേണ്ടി പറയാണ്. എന്നാൽ അത് മനസ്സിലാക്കിയ മാർഗരറ്റ് പറയണം, നമുക്ക് അധികം നേരം സമയമല്ല, എന്തായാലും അവർക്ക് നമ്മളെ കാണാൻ കഴിയില്ല, ട്രക്കുകൾ ഓൺ ചെയ്തോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ വഴി ഇവർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. എന്നാൽ ആ പോകുന്നതൊന്നും ഇവർക്ക് നേരിട്ട് കാണാൻ കഴിയുന്നില്ല കേട്ടോ. കാരണം ആ ഒരു ഡിവൈസിന്റെ പവർ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തായാലും അവർ പോയി കഴിഞ്ഞു എന്നിപ്പോ നോഹയ്ക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അവർ എങ്ങോട്ടേക്കാ പോയതും എന്ന് മനസ്സിലായി. കാരണം അവർ മനസ്സിലാക്കിയ ഡാറ്റാസ് അത് ലോകത്തിനെ മുഴുവൻ അറിയിക്കണം. അപ്പൊ എങ്ങോട്ടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? TV ചാനൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്. പറഞ്ഞതുപോലെ തന്നെ മാർഗരറ്റും അവളുടെ ടീമും കൂടെ ഇപ്പൊ എത്തിയിരിക്കുന്നത് അവളുടെ ആ ഒരു TV ചാനലിലേക്ക് തന്നെയാണ്. അവൾ അവിടെ എത്തിയപാട് തന്നെ അവളുടെ ബോസിനെയും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും ഒരു നോട്ടം കൊണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ടെലികാസ്റ്റിന് ഇവർ തയ്യാറാവുകയാണ്. അതുപോലെ തന്നെ ഡാനിയൽ അവന്റെ കയ്യിൽ ഒരുപാട് ഡാറ്റാസ് അടങ്ങുന്ന പെൻഡ്രൈവുകൾ ഉണ്ടല്ലോ, ഇത് മുഴുവനും കൺട്രോൾ റൂമിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇതെല്ലാം ഇനി ജനങ്ങൾ കാണാൻ പോവാണ്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഹ്യൂഗോ ഉണ്ടല്ലോ, എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു സാധനം ആ ഒരു ട്രക്കിൽ നിന്നും പുറത്തേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഇപ്പൊ നമ്മുടെ മാർഗരറ്റ് റെഡിയായി. എല്ലാവരും
എല്ലാവരോടും സംസാരിക്കാനായിട്ട് അവൾ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഫുള്ളായിട്ട് പവർ ഒറ്റയടിക്ക് ഓഫ് ആകുന്നത്. അതേസമയം തന്നെ നോഹയുടെ ആൾക്കാരും നോഹയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ തന്നെയാണ് പവർ ഓഫ് ആക്കിയത്. ഇനി ഇവരുടെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവില്ല, ഏകദേശം പൊളിഞ്ഞു എന്ന അവസ്ഥയിൽ എത്തിയപ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഡാനിയലുടെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ ജെയിന് വരുന്നത്. അവളുടെ കയ്യിൽ ആ ഒരു ഡിവൈസ് അതൊരെണ്ണം ബാക്കിയുണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ട് വേഗം മാർഗരറ്റിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. മാർഗരറ്റ് വേഗം തന്നെ അത് ശക്തമായിട്ട് പിടിക്കുകയാണ്. അതിലൂടെ അങ്ങോട്ടേക്ക് വന്ന നോഹയും അയാളുടെ ആൾക്കാരെയും ഒരു സെക്കൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യുകയാണ്. കലിതുള്ളി അങ്ങോട്ടേക്ക് വന്ന നോഹ വളരെ ശാന്തനായി അവിടെ ഉണ്ടായിരുന്ന ചെയറിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല ആ ഡിവൈസിന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പവർ മുഴുവൻ തിരിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് ലൈവായി ഇരുന്നു കൊണ്ട് തന്നെ മാർഗരറ്റ് ആ കാര്യം ലോകത്തോട് വിളിച്ചു പറയാണ്. ഇന്നാണ് ആ ഡിസ്ക്ലോഷർ ഡേ, അതായത് മൂടി വെക്കപ്പെട്ട സത്യം പുറത്തു വരുന്ന ആ ദിവസം. സിനിമയുടെ പേരും അത് തന്നെ. ഇന്നും നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന അന്യഗ്രഹ ജീവികൾ UFO, അതിന് ഓൾറെഡി 1973 തന്നെ നമ്മുടെ ഗവൺമെന്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അന്ന് സ്പേസിൽ കണ്ട വിചിത്രമായ വസ്തുക്കളെ അന്ന് തന്നെ ഗവൺമെന്റ് വെടിവെച്ച് താഴെ ഇട്ടായിരുന്നു. അതിൽ നിന്നും ഒരുപാട് ഏലിയൻസിനെ കണ്ടെത്തി. ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു വളരെ ദാരുണമായ രീതിയിൽ. പിന്നീട് ഗവൺമെന്റിന് വേണ്ടി ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്തു തീർത്തത് വാർടെക്സ് കോർപ്പറേഷൻ ആയിരുന്നു. ഒരുപാട് വീഡിയോ ഫൂട്ടേജുകൾ ആ സമയത്തെല്ലാം ലൈവായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട് കേട്ടോ. ഈ തകർന്നു വീണ ചില ഏലിയൻ ഷിപ്പുകളിൽ നിന്നും ജീവനോടെയും ജീവൻ ഇല്ലാതെയും കുറെ ഏലിയൻസിനെ ഇവർ പിടിക്കുന്നുണ്ട്. അവശ്യമായ രീതിയിൽ കുറേയധികം ഏലിയൻസ് ഉണ്ട്. ഈ ജീവനോട് ബാക്കിയായ ഏലിയൻസിനെ കൊണ്ടുപോയിട്ട് വളരെ ക്രൂരമായ പരീക്ഷണങ്ങൾ ചെയ്ത് അവരുടെ ടെക്നോളജി എടുത്ത് അതിൽ നിന്നും വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോർപ്പറേഷൻ നോക്കിയിരുന്നത്. ചിലപ്പോൾ ഇത് ഗവൺമെന്റിന്റെ അറിവോടായിരിക്കണം, ചിലപ്പോൾ അറിവില്ലാതെ ആയിരിക്കണം, എന്തായാലും ചെയ്തത് അത്രയും നീചമായ പരിപാടിയാണ്. ഇതെല്ലാം കാണുന്ന പ്രേക്ഷകര് അറിയാതെ കരഞ്ഞു പോവാണ്. മനുഷ്യരെ സഹായിക്കാനായിട്ട്, രക്ഷിക്കാനായിട്ട്, ഒരു വലിയ മെസ്സേജ് തരാനായിട്ട് വന്ന ഈ ജീവികളോട് മനുഷ്യർ ചെയ്യുന്ന ആ ഒരു ക്രൂരത എല്ലാം ലോകം മുഴുവൻ കാണുകയാണ്. എല്ലാ മനുഷ്യരും ഞെട്ടി. സത്യം പുറത്തു വന്ന ആ ദിവസം തന്നെയായിരുന്നു അത്. അങ്ങനെ ആ ടെലികാസ്റ്റ് മുഴുവൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഡാനിയൽ, നമ്മുടെ മാർഗരറ്റ്, ഇവർക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൺട്രോൾ ചെയ്തതും ഗൈഡ് ചെയ്തതും ഹ്യൂഗോ ആയിരുന്നില്ലേ? എന്നാൽ ഈ ഹ്യൂഗോ അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്തത് ആരാണ്? നേരത്തെ ഹ്യൂഗോ ട്രക്കിൽ നിന്നും എന്തോ താഴേക്ക് ഇറക്കി വെച്ചു എന്ന് പറയുന്നില്ലേ, ഒരു വെള്ള ബോക്സ്. ആ ബോക്സ് ഇപ്പൊ തുറന്നു കാണിക്കുകയാണ്. കുറച്ച് പ്രായമായ ഒരു ഏലിയൻ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഏലിയൻ തന്നെയാണ് ഹ്യൂഗോയെ ഗൈഡ് ചെയ്തത്. ഹ്യൂഗോ പിന്നീട് ഡാനിയലിനെയും മാർഗരറ്റിനെയും ഗൈഡ് ചെയ്തു. എന്തായാലും ആ ഏലിയൻ വന്നിട്ട് ഡാനിയലിന്റെ ചെവിയിൽ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. ഒരു പ്രത്യേക ലാംഗ്വേജ് ആണ് അത്. സത്യം പറഞ്ഞാൽ ഡാനിയലിന് മാത്രമേ മനസ്സിലാവുള്ളൂ. അത് മാക്സിലൂടെ കൺവേർട്ട് ചെയ്ത് അത് നമ്മുടെ ലാംഗ്വേജ്, അതായത് ഇംഗ്ലീഷിലേക്ക് മാറ്റി അവനത് മനസ്സിലാക്കാൻ കഴിയും. അവന്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് ആ ഏലിയൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ കാര്യം മാർഗരറ്റിനോടും ഡാനിയൽ പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യങ്ങൾ വിശദമായി കേട്ട് മനസ്സിലാക്കിയ മാർഗരറ്റ് വീണ്ടും ലൈവായിട്ട് തന്നെ പ്രേക്ഷകരോട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് പറഞ്ഞു ഒറ്റയടിക്ക് സിനിമ അവിടെ തീരുകയാണ്. അതായത് ആ വന്ന ഏലിയൻ കാര്യമായിട്ട് ഇവർക്ക് എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇനി പ്രേക്ഷകരോട് മാർഗരറ്റ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അതെന്തായിരിക്കുമെന്ന് നമ്മൾ പ്രേക്ഷകരോട് തന്നെ സിനിമയുടെ ഡയറക്ടർ മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഈ ലോകത്തിൽ വരാനിരിക്കുന്ന 3ാം ലോക മഹായുദ്ധം, അതിനെ തടുക്കാൻ തന്നെയാണ് ഈ ഏലിയൻസ് ഇവിടെ വന്നിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേൾഡ് വാർ 3 അത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഭൂമിയുടെ സർവനാശം തന്നെയായിരിക്കും. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവസാനം ഏലിയൻ പറഞ്ഞിട്ടുണ്ടാവുക. ഇനിയിപ്പോ നിങ്ങളുടെ ആശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാൻ കേട്ടോ. ഏറ്റവും നല്ല കമന്റ് ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കാം. എന്തായാലും ഇത്രയും നല്ല കിടിലൻ സിനിമയുടെ കഥ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞു തന്നില്ലേ? അപ്പൊ അതിന്റെ ആ ഒരു ഡയറക്ടറുടെ പേര് കൂടെ ഞാൻ പറയണല്ലോ, സ്റ്റീഫൻ സ്പിൽബർഗ്. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കണ്ട് ആസ്വദിച്ച ജുറാസിക് മൂവി ഫ്രാഞ്ചൈസികൾ അത് മുഴുവൻ ഡയറക്ട് ചെയ്തത് ഇദ്ദേഹമാണ് കേട്ടോ. എന്തായാലും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്പൊ വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.